ബ്രോ ആണ് സ്ട്രീമർ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രീമേഴ്സ് എത്ര വരുമാനം നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതാകുമ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിട്ടെ, ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടെ. എനിക്ക് കിക്ക് ഷാൾ പേ ആൻ അവർലി ഫീ ഓഫ് $250. ഇതൊന്നും ഞാൻ കാണിക്കാൻ പറ്റില്ല. ആസ് എ സ്ട്രീമർ ഞാൻ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ഒരു മണിക്കൂർ ലൈവ് ചെയ്ത 21,000 രൂപ ഒരു മണിക്കൂറിന്. ഈ പുള്ളി 5, 6, 8 മണിക്കൂറുകൾ കിക്കിൽ ലൈവ് പോയിട്ടുണ്ട്. ഞാൻ ജനുവരിയിലാണ് യൂട്യൂബ് തുടങ്ങി. ആ മന്ത് എനിക്കൊരു 9,000 രൂപ കിട്ടി. എനിക്ക് എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ മാസം തന്നെ മോണിറ്റൈസ് ആയി. അപ്പൊ തന്നെ എനിക്ക് റവന്യൂ കിട്ടാനും തുടങ്ങി. സോ 9,000 രൂപയാണ് ജനുവരി കിട്ടിയ. ഫെബ്രുവരി ആയപ്പോൾ 31,000 രൂപയായി. മാർച്ച് ആയപ്പോൾ 1,4 ലക്ഷമായി. ഏപ്രിൽ ആയപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ പോയി. മെയ് ജൂണിലൊക്കെ ഇപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്ലച്ചനെയെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊപ്പി കുറച്ച് നാൾ മാറി നിന്നിട്ട് നിഹാദായിട്ട് തിരിച്ചു വന്നല്ലോ. ഈ പുള്ളിക്കാരൻ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈവ് ഞാൻ കാണാൻ തുടങ്ങി. പുള്ളിക്കാരൻ്റെ ലൈവ് ഞാൻ അങ്ങനെ കാണത്തൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാൻ തുടങ്ങി. എൻ്റെ പൊന്നളിയാ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ Day 3 ലൈവിനകത്ത് പുള്ളിക്കാരൻ്റെ ഇൻകം പുറത്ത് വിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ ഇൻകം കേട്ടപ്പോഴത്തേനും എൻ്റെ കിളി ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞ് പാറിയങ്ങ് പോയി. കിളി പാറിയപ്പോഴത്തേനും ഞാൻ യൂട്യൂബിലുള്ള മറ്റ് ചില പ്രമുഖരുടെ ഇൻകം കൂടെ തപ്പിപ്പിടിച്ചെടുത്ത്. മറ്റ് പ്രമുഖരുടെ ഇൻകം തപ്പിപ്പിടിച്ചെടുത്തപ്പോഴത്തേനും എനിക്ക് മറ്റൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഇത് കേട്ടിട്ട് ഞാൻ മാത്രം കണ്ണുകടിയായിട്ട് വിട്ടിരുന്നാൽ പോരല്ലോ, നിങ്ങൾക്കും അസൂയയും കുശുമ്പും ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊപ്പിയുടെ ഇൻകം കാണാം. ബ്രോ ആണ് സ്ട്രീമർ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രീമേഴ്സ് എത്ര വരുമാനം നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതാകുമ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിട്ടെ, ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടെ. എനിക്ക് ഓക്കെ, എത്ര ഇൻകം കാണും? നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തൊപ്പിയുടെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് വാ. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് പ്രകാരം ഞാൻ ചിന്തിച്ചിരിക്കുന്ന ഒരു 5 ലക്ഷം 6 ലക്ഷം പുള്ളിക്ക് കിട്ടുമായിരിക്കും മാസം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ പൊന്നടാ കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ലോക്കോ റൂട്ടർ ഞാൻ അത്ര കാലം സ്ട്രീം ചെയ്ത് ലോക്കോ റൂട്ടർ കിക്കിന്റെ പേയ്മെന്റ് ഇത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കാൻ പറ്റൂല, പക്ഷെ എന്നാലും ഞാൻ കിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കല്ല, ഇത് വേറെ കിക്കാണ്. ആ കിക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ എല്ലാം കാണിക്കാൻ തോന്നില്ല. ഇതും കാണിക്കാൻ പറ്റൂല, ഇതാരും ഒരു സ്ട്രീമർ ഇത് കാണിക്കൂല, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെന്റെ കിക്കിന്റെ കോൺട്രാക്ട്. ഓക്കെ, ഒരു സ്ട്രീമർ ഒരു മാസം എത്ര ഉണ്ടാക്കുന്നത് നിങ്ങൾ ഊഹിച്ചു നോക്ക്. നിങ്ങൾ തന്നെ കണക്ക് കൂട്ട്. ഇതെന്റെ ഒറിജിനൽ കിക്ക് സ്ട്രീമർ അഗ്രിമെന്റ്, അതായത് കോൺട്രാക്ട്, കിക്കിന്റെ കോൺട്രാക്ട് ആണ്. കണ്ടാ, മുഹമ്മദ് നിഹാദ് എന്റെ പേരാണ്. ഇത് ഞാൻ സൈൻ ചെയ്ത എന്റെ കിക്കിന്റെ കോൺട്രാക്റ്റാണ്. പക്ഷേ എന്റെ ഒപ്പ് ഇടാം. ഇത് ഒറിജിനൽ കോൺട്രാക്ട് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്ട്രീമർ എത്ര ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. In exchange for a service provided herein, Kick shall pay an hourly fee of $250. ഇതൊന്നും ഞാൻ കാണിക്കാൻ പറ്റില്ല. ആസ് എ സ്ട്രീമർ ഞാൻ ഇത് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇല്ലീഗൽ മണിയാണ് ഇത്. ആരും ഇല്ലീഗൽ മണി എന്നാലും പറയുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത്. ഒരു സ്ട്രീമറിന് ഒരിക്കലും ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇല്ലീഗലായിട്ട് ഇറ്റ്സ് യുവർ ഡ്രഗ് ബിസിനസ് എന്നാണ്. ഇതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് രക്ഷപ്പെട്ടു പോയേനെ. ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ കുണക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് നിങ്ങളൊന്ന് വെറുതെ കണക്ക് കൂട്ടി വെക്ക്. കിക്കിന് ഞാൻ ഒരു ദിവസം 8 മണിക്കൂർ 5 മണിക്കൂർ മിനിമം സ്ട്രീം ചെയ്യും. 5 മണിക്കൂർ കൂടിപ്പോയി 8 മണിക്കൂർ ചെയ്യും. എനിക്ക് ഒരു മണിക്കൂർ കിക്ക് തന്നുകൊണ്ട് അത് അവർലി ഫീ ഓഫ് $250. അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ഒരു മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരു മണിക്കൂർ ലൈവ് ചെയ്ത 21,000 രൂപ ഒരു മണിക്കൂറിന്. ഈ പുള്ളി 5, 6, 8 മണിക്കൂറുകൾ കിക്കിൽ ലൈവ് പോയിട്ടുണ്ട്. ഒരു മണിക്കൂറിന് $250 വെച്ച് കണക്കാക്കുമ്പോഴത്തേനും എൻ്റെ പൊന്നു ബാക്കി കേക്ക്. 20,000 കൂട്ട്, ഒരു മണിക്കൂർ 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? 1 ലക്ഷം രൂപ പെർ ഡേ ഈ പുള്ളിക്കാരൻ സമ്പാദിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കേട്ടോ പറയുന്നത്. അപ്പോൾ 30 ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ 30 ലക്ഷം രൂപ കിക്കിൽ നിന്ന് മാത്രം. യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ എക്സ്ട്രാ, പ്രൊമോഷൻ ചെയ്യുന്നത് എക്സ്ട്രാ, പുള്ളി അല്ലാതെ എന്തെങ്കിലും കൊളാബും കുന്തവും കൂടച്ചക്രമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ, കിക്കല്ലാതെ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരൻ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിനും പുറത്ത് എക്സ്ട്രാ. 30 ലക്ഷം രൂപ കിക്കിൽ നിന്നും മാത്രം. 50,000 ഒരു മണിക്കൂർ 20,000. 5 മണിക്കൂർ എത്ര? 1 ലക്ഷം. 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത്, ഏറ്റവും കുറഞ്ഞത്. ആലോചിച്ച് നോക്ക്, ഞാൻ 8 മണിക്കൂർ സ്ട്രീം ചെയ്യുന്ന ദിവസം ഉണ്ട് ഓരോ ദിവസം. എന്നിട്ട്
അപ്പൊ ഒരു മാസം എത്രയായി അങ്ങനെ എനിക്ക് മനസ്സിലാവും. അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്താൽ 1 ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ അവിടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും, ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. അങ്ങനെ വരുന്ന ഞാൻ എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? അതൊക്കെ നമ്മുടെ തലയിൽ ഓണം ഉണ്ടാ. ലീഗലായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാൻ അതിന്റെ ഇല്ലീഗൽ വഴി നോക്കുന്നത്. ഞാൻ പൊട്ടനാ ചെറുതായിട്ട്. അയ്യേ, അതായത് ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിൽ വേറെ കുറച്ച് കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അല്ലാണ്ട് ഇല്ലീഗൽ ആയിക്കോട്ടല്ല, അതിൽ പബ്ലിക്കിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പുള്ളിയല്ല, നമ്മയാണ് പൊട്ടന്മാർ. പുള്ളി പൊട്ടനൊന്നുമല്ല, എൻ്റെ പൊന്നളിയാവേ. അപ്പോൾ നമ്മൾ ഒന്ന് ബെയർ മിനിമം നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു ലൈവിൽ വരുമ്പോഴത്തേന് ഈ 40 രൂപ 100 രൂപ 1000 രൂപ എന്നും പറഞ്ഞിട്ട് കുറഞ്ഞത് ഒരു 25 പേരെങ്കിലും വിടുമെന്ന് വെച്ചോ. അതിൽ നിന്നുള്ള പെർ ഡേ ഇൻകം വേറെ എക്സ്ട്രാ. ഇനോഗ്രേഷൻസിനൊക്കെ 1 ലക്ഷമെങ്കിലും വാങ്ങാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും ബെയർ മിനിമം ഒരു മാസം കുറഞ്ഞത് ഒരു 50-60 ലക്ഷമെങ്കിലും ഇദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നടാ, എനിക്ക് അസൂയ സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. നിങ്ങൾ അസൂയപ്പെടും. ഇനി നമ്മൾ ഇതിനകത്ത് വരികയാണെങ്കിൽ പുള്ളി കാണിച്ച എഗ്രിമെൻറ്റ് ഇത് ഹൈലി കോൺഫിഡൻഷ്യലാണ്. പക്ഷേ പുള്ളി എടുത്ത് ഇട്ടത് കൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. ഇതിനകത്ത് പുള്ളിയുടെ ആ പേയ്മെൻറ്റ് പറഞ്ഞ ആ സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കിക്ക് സ്ട്രീമിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കിക്ക് എന്ന് പറയുന്നൊരു kick.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് കയറുമ്പോഴത്തേനും തൊപ്പിയുടെ ഒരു പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് പുള്ളി ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. മറ്റേ യൂട്യൂബിലിടുന്ന അതേ ലൈവ് എടുത്ത് അതേ വീഡിയോ കട്ടിങ് എടുത്തിരുന്നുണ്ട്. എനിക്കൊന്ന് രണ്ടിടത്തും ഒരേ വീഡിയോ എന്തോന്ന് റണ്ണാകുന്നത്. ഈ kick.com എന്ന് പറയുന്നത് ബേസിക്കലി ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ലൈവും കുന്തോ കുറച്ചക്കറോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മുടിഞ്ഞ ക്യൂരിയോസിറ്റി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്തായിരിക്കും റവന്യൂ എന്നറിയാനായിട്ട് എൻ്റെ ക്യൂരിയോസിറ്റി കൂടി ഞാൻ ഈ ക്യൂരിയോസിറ്റിയിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെയും നമ്മുടെ ഈഗിളിൻ്റെയും കൂടെ ഞാൻ അവർ പറയുന്നത് കണ്ടുപിടിച്ചു. കാരണം വേറൊരുത്തം വന്നിട്ട് ഇവൻ ഇത്ര ഇൻകം ഉണ്ട്, അവൻ എത്ര ഇൻകം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ തന്നെ പറയുന്നത് വീഡിയോ കട്ടിംഗ് ആയിട്ട് ഞാൻ എടുത്തത്. അത് ഈഗിള് ഇൻകം പറയുന്നില്ല, മറ്റൊരു കാര്യം. അപ്പോൾ എനിക്ക് മുടിഞ്ഞ ഒരു ക്യൂരിയോസിറ്റി, ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് അറിയാനായിട്ട്. അങ്ങനെ ആ ക്യൂരിയോസിറ്റിക്കൊടുവിൽ ഞാനിത് കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ അസൂയ ഞാൻ നിങ്ങളിലേക്കും പകർന്നിട്ടാണ്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണടി ഉണ്ടാകണം. നിങ്ങളെല്ലാം യൂട്യൂബിൽ വരണം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടണം. ആരെങ്കിലുമൊക്കെ വൈറലായി സമ്പാദിക്കുക. അപ്പോൾ നമുക്ക് ഈഗിളിൻ്റെ വീട്ടിൽ 1 വർഷം മുമ്പേ ഇൻകം ടാക്സ് റെയ്ഡ് വന്നു. ഇൻകം ടാക്സ് റെയ്ഡ് വരണമെങ്കിൽ പുള്ളി ഇൻകം തട്ടിച്ചിട്ടുണ്ടെന്നൊരു ന്യൂസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേര് ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്? അത് ഓരോ സ്ലാബാണ്. ഇത്ര സ്ലാബിന് മേളിൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ 5% അടയ്ക്കണം. ഇത്ര സ്ലാബിന് മേളിലുണ്ടെങ്കിൽ നിങ്ങൾ 7% അടയ്ക്കണം. ഇങ്ങനെ ഇന്ത്യയിൽ ഓരോ സ്ലാബാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന് വരുന്നത്. അപ്പോൾ ആ സ്ലാബ് നമ്മുടെ ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകളും ക്രോസ് ചെയ്തിട്ട് പോലും ഇല്ല. 7 lakhs എന്ന് പറയുന്ന ഇൻകം പോലും ഇയർലി നമ്മൾ ക്രോസ് ചെയ്യാത്ത സമയത്താണ് ഇവരൊക്കെ മന്ത്ലി ഇത്രയും എമൗണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതിനെക്കുറിച്ച് പുള്ളി തന്നെ പറയുന്നത്, പുള്ളി അതിനകത്ത് ഇൻകം ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എക്സ്പീരിയൻസ്. അയ്യോ ഇടേ, അതൊരു സീൻ തന്നെയായിരുന്നു കേട്ടോ. അത് ഈ സിനിമയിലൊക്കെ കണ്ട് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് നേരെ വരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ രാവിലെ ഒരു നല്ല ഏജറായിട്ട്, അത്യാവശ്യം ഏജറായിട്ടുള്ള ഒരു ആൾ അതൊരു നേരെ ഒന്ന് വിളിക്കുന്നു. ഞാനതൊരു സ്വപ്നമാണോ, ഇതൊരു അടിച്ച് കിണ്ടിയായിട്ട് തലേദിവസം അടിച്ച് കിണ്ടിയായി 6 മണിക്ക് എന്തോണ് കിടന്ന് ഉറങ്ങിയത്. ഞാനത് എന്ത് സ്വപ്നമെല്ലാം കാണുവാണോ. ഹായ്, വി ആർ ഫ്രം ഇൻകം ടാക്സ്. അതൊരു പുള്ളിക്ക് ഭയങ്കര വളരെ പ്രസന്റ് ആയിട്ട് ചിരിച്ചോണ്ട് വി ആർ ഫ്രം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോടത്തു. ഉണർന്നു കഴിഞ്ഞിട്ട് നേരെ കണ്ണൊക്കെ ഇതാക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ആരാ എന്താന്നൊക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പറയാം, എവിടെ ഫോണിച്ച് തരൂ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി. 2 ഫോണും വാങ്ങി. 2 ഫോണും വാങ്ങിച്ചിട്ട് നേരെ വിരിയതിന്റെ പാവോടെ കണ്ണാപ്പിട്ട് അവരുടെയൊക്കെ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. ഈ ഈഗിളിനെതിരെ ഇൻകം ടാക്സ് വെട്ടിച്ചു എന്ന് പ്രൂവ് ചെയ്യണമെന്ന് പറ്റിയിട്ടില്ല. പുള്ളി കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. ഇനി ഞാൻ നോക്കിയപ്പോഴത്തേനും ഇനി ഗെയിമേഴ്സ്, അതായത് ഈഗിൾ ഗെയിമറാണ്, കാസ്ട്രോ ഗെയിമറാണ്, തൊപ്പി ഗെയിമറാണ്, ഗെയിമേഴ്സിന് മാത്രമാണോ ഇത്തരത്തിലുള്ള ഇൻകം ഉണ്ടാകുന്നത്, അതോ ഗെയിമിംഗ് സ്ട്രീമിംഗ് മാത്രമാണോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴത്തേനും ഒരു കൊതി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ലീച്ച്, അതായത് അട്ട എന്ന് പറയപ്പെടുന്നത് സീക്രട്ട് ഏജൻ്റാണ്. നമ്മുടെ പറഞ്ഞ ആളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സീക്രട്ട് ഏജൻറ്റ് ആണ് ഈ റിയാക്ഷൻ വീഡിയോ, നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയ പുള്ളിയായിട്ട് നിൽക്കുന്ന ആൾ. പുള്ളി മേടിക്കുന്ന ഇൻകത്തെക്കുറിച്ച് പുള്ളി തന്നെ പറഞ്ഞൊരു ഷോർട്സ് എനിക്ക് കിട്ടി. ഇത് പുള്ളി ഊക്കിയതാണോ കാര്യമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടു?
യൂട്യൂബ് റവന്യൂ അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. ഞാൻ ജനുവരിയിലാണ് യൂട്യൂബ് തുടങ്ങിയത്. ആ മന്ത് എനിക്കൊരു 9,000 രൂപ കിട്ടി. എനിക്ക് എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ മാസം തന്നെ മോണിറ്റൈസ് ആയി. അപ്പൊ തന്നെ എനിക്ക് റവന്യൂ കിട്ടാനും തുടങ്ങി. സോ 9,000 രൂപയാണ് ജനുവരി കിട്ടിയ. ഫെബ്രുവരി ആയപ്പോൾ 31,000 രൂപയായി. മാർച്ച് ആയപ്പോൾ 1.25 ലക്ഷമായി. ഏപ്രിൽ ആയപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ പോയി. മെയ് ജൂണിലൊക്കെ ഇപ്പോൾ എനിക്ക് നിയർ ബൈ 2 lakhs കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്. ഞാനും നിയർ ബൈ ഈ ഒരു 6 മാസം കൊണ്ട് ഏകദേശം ഒരു 4 ലക്ഷം രൂപ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് 4 ലക്ഷം രൂപ നിയർ ബൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 6 മാസം കൊണ്ട് $100 എത്തിക്കാൻ മുക്കറയിടുവാണ്. ഇതുവരെ സാധിച്ചിട്ടില്ല അതിനെ കൊണ്ട്. അപ്പോഴാണ് ഇവർ ഈ 6 മാസം കൊണ്ട് 4 ലക്ഷം വരെ സമ്പാദിച്ചു എന്നുള്ള സാധ്യം പറയുന്നത്. ഇവർക്കൊക്കെ അതായത് ഇവരെല്ലാം തുടങ്ങിയപ്പോഴേ ഹിറ്റായി, പെട്ടെന്ന് ഇൻകം വന്ന് തുടങ്ങി. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് തുടങ്ങിയ മാസം തന്നെ 9,000 രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് കഴിവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏതായാലും കൃതാർത്ഥനായടെ. ഇവരുടെയൊക്കെ ഇൻകം കണ്ട് എന്നെങ്കിലും ഒരു കാലത്തൊരു നന്മ വരും, എന്നെങ്കിലും ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. നിങ്ങളെ വിലയേറിയ സബ്സ്ക്രൈബറും നിങ്ങളുടെ വിലയേറിയ വ്യൂസും ഒക്കെ തരുവാണെങ്കിൽ ഞാനും ഇതുപോലെ ലക്ഷങ്ങൾ മേടിക്കും. ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് കുറച്ചൊക്കെ പകർത്ത് തരാം. ഞാൻ ഇവരെ പോലെ ഒന്നും തരാമെന്നിരിക്കത്തില്ല, എല്ലാവർക്കും തരാം. നമുക്കൊരു നല്ല കാലം വന്ന പുണ്യാലയം പറയുന്നില്ല, നമുക്കൊരു നല്ല കാലം വന്ന എല്ലാവർക്കും നന്മ വരണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.